ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ മികച്ച സെൻറ്റർ ബാക്കുമാരെ റയലിന് ആവശ്യമുണ്ട് എന്നുള്ളത് പരസ്യമായ ഒരു കാര്യമാണ്. അതായത് അന്റോണിയോ റൂഡിഗർ, ഡേവിഡ് അലാബ എന്നീ രണ്ട് താരങ്ങളെയും ക്ലബ്ബ് ഒഴിവാക്കിയേക്കും എന്നുള്ള റൂമറുകൾ സജീവമാണ്. പ്രധാനമായും 3 താരങ്ങളെയാണ് റയൽ പരിഗണിച്ചു പോന്നിരുന്നത്. അതായത് വില്യം സാലിബ, ഇബ്രാഹിമെ കൊനാറ്റ, അതുപോലെ തന്നെ ഡായോട്ട് ഉപമക്കാനോ എന്നിവരായിരുന്നു ആ 3 താരങ്ങൾ. ഇതിൽ വില്യം സാലിബയെ റയലിന് ഇനി ലഭിക്കാൻ സാധ്യത കുറവാണ്. കാരണം ആഴ്സണലുമായി അദ്ദേഹം പുതിയ കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 5 വർഷത്തേക്ക് കൂടി കരാർ പുതുക്കി എന്ന് പറയുമ്പോൾ ഗണ്ണേഴ്സിൽ തന്നെ തുടരാനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത സമ്മറിൽ വില്യം സാലിബയെ റയലിന് ലഭിക്കില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇബ്രാഹിമെ കൊനാറ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് ഫിഷാജസ് നൽകിയിട്ടുണ്ട്. അതായത് റയലിൻ്റെ സീനിയർ മാനേജ്മെൻറ്റിൻ്റെ ഇടയിൽ ഈ താരത്തിൻ്റെ ഫോമിൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ ഉടലെടുത്തു എന്നാണ് ഫിഷാജസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ലിവർപൂൾ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഗലാറ്റസറെ, ക്രിസ്റ്റൽ പാലസ് എന്നിവർ ലിവർപൂളിനെ തോൽപ്പിച്ചിരുന്നു. ഈ മത്സരങ്ങളിൽ കൊനാറ്റെ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാജയം ഏറ്റത് ഇപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കൊനാറ്റെ അത്ര ഒരു വലിയ മികവ് ഇപ്പോൾ പുറത്തെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചാടിക്കേറി ഇദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം റയൽ മാഡ്രിഡ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. മറിച്ച് ഈ സീസൺ മുഴുവനും അദ്ദേഹത്തെ വീക്ഷിച്ചതിന് ശേഷമായിരിക്കും റയൽ മാഡ്രിഡ് നീക്കങ്ങൾ നടത്തുക എന്നാണ് ഇപ്പോൾ ഫിഷാജസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് താരത്തെ കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ് റയലിനെ കാത്തിരിക്കുന്നത്. അത് അവർ ഉപയോഗപ്പെടുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഈ സീസണിൽ അദ്ദേഹം ആ ഒരു പഴയ മികവ് വീണ്ടെടുക്കേണ്ടത് ആവശ്യമാണ്. സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരുപാട് മത്സരങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ ഇനിയും മോശം പ്രകടനം കൊനാറ്റെ നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ റയൽ ഇതിൽ നിന്നും പിൻവാങ്ങിയേക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.